വർഗീയതയാണ് LDF എതിർക്കുന്നതെന്നും ന്യൂനപക്ഷ ജനവിഭാഗത്തെ അല്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. UDFന്റെ നിലപാടുകളുടെ ഭാഗമായാണ് കേരളത്തിൽ വർഗീയ സംഘർഷങ്ങൾ ഉണ്ടായത്. എന്നാൽ വർഗീയതയോടെ LDFന് ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത സമീപനമാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മാറാട് കലാപം മുതൽ ലീഗിന്റെ 5ാം മന്ത്രിസ്ഥാനം വരെ നീളുന്ന വർഗീയ രാഷ്ട്രീയ ചരിത്രം UDFനെ മുഖ്യമന്ത്രി ഓർമ്മിപ്പിക്കുകയും ചെയ്തു. ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് AK ബാലൻ നടത്തിയ പരാമർശത്തെക്കുറിച്ചുള്ള പ്രതികരണത്തിലാണ് വർഗീയതയ്ക്കെതിരെ LDFും UDFും സ്വീകരിക്കുന്ന സമീപനം മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. മാറാട് കലാപത്തിന്റെ സമയത്ത് അന്നത്തെ മുഖ്യമന്ത്രി AK ആന്റണി സ്ഥലം സന്ദർശിച്ചപ്പോൾ RSS എതിർപ്പ് കാരണം കുഞ്ഞാലിക്കുട്ടിയെ ഒപ്പം കൂട്ടിയില്ല. എന്നാൽ ആരുടെയും അനുമതി വാങ്ങിയല്ല താൻ അവിടെ സന്ദർശിച്ചതെന്നും മുഖ്യമന്ത്രി കോൺഗ്രസ് നേതാക്കളെ ഓർമ്മിപ്പിച്ചു. UDF വർഗീയതയെ എങ്ങനെ സമീപിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അതിൻ്റെ ഒരു ഉദാഹരണമാണ് അവിടെ കാണാൻ കഴിയുന്നത്. UDFൻ്റെ നിലപാടുകളുടെ ഭാഗമായാണ് വർഗീയ പ്രശ്നങ്ങൾ ആളിക്കത്തുന്ന നിലയുണ്ടായത്, വർഗീയ സംഘർഷങ്ങൾ വ്യാപിച്ചത്. വർഗീയ സംഘർഷങ്ങളെ നേരിടുന്നതിൽ കൃത്യതയാർന്ന നിലപാട് അന്ന് UDFന് സ്വീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. 5ാം മന്ത്രി വിവാദത്തിൽ VD സതീശൻ സ്വീകരിച്ച നിലപാടും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. 5ാം മന്ത്രി വിവാദം ആ കാലത്ത് സതീശൻ്റെ സ്വരം എങ്ങനെയായിരുന്നു? ഈ വിഷയം വഷളാക്കി സാമുദായികമായ ചേരിതിരിവ് കേരളത്തിലുണ്ടാക്കി അനാവശ്യമായ ഒരു വിഷയമാക്കി വളർത്തിയതിനു പകരം അവർക്ക് ആഗ്രഹം കൊടുത്താൽ മതിയായിരുന്നു. അപക്വമായ തീരുമാനങ്ങളാണ് നാം എടുത്തത്. സതീശൻ്റെ വാക്കുകളാണ്. വർഗീയതയെ നേരിടുന്നതിൽ കൃത്യമായ നിലപാടെടുക്കാൻ UDFന് സാധിക്കുന്നില്ല. അതേസമയം വർഗീയതയോട് ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത സമീപനമാണ് LDF എന്നും സ്വീകരിക്കുന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഞങ്ങൾ ഭൂരിപക്ഷം ഏത് വർഗീയതയെ പറയുമ്പോഴും ആ വർഗീയതയാണ് എതിർക്കുന്നത്, ഒരു ജനവിഭാഗത്തെയല്ല. ഇപ്പോൾ RSSനെ എതിർക്കുന്നു, ഞങ്ങൾ ഹിന്ദുക്കളെയാണോ എതിർക്കുന്നത്? ജമാഅത്തെ ഇസ്ലാമിയെ എതിർക്കുന്നു, മുസ്ലിമിനെയാണോ എതിർക്കുന്നത്? SDP എതിർക്കുന്നു, മുസ്ലിമിനെയാണോ എതിർക്കുന്നത്? അപ്പോൾ വർഗീയ നിലപാടുകൾ സ്വീകരിക്കുന്നവരാരാണോ അവരെ ഞങ്ങൾ എതിർക്കുന്നു. ജനവിഭാഗങ്ങളെന്ന് കണ്ടുകൊണ്ട് തന്നെ ഉള്ള സമീപനം ഞങ്ങൾ സ്വീകരിക്കുന്നു. വർഗീയ ശക്തികൾ കേരളം വിട്ടുപോയിട്ടില്ല. കേരളത്തിൽ അവർക്ക് തലപൊക്കാൻ കഴിയാത്തത് കർക്കശമായ നടപടികളിലൂടെ സർക്കാർ അതിനെ നേരിടും എന്നതുകൊണ്ടാണ്. അതാണ് LDFും UDFും തമ്മിലുള്ള വ്യത്യാസമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.